ഇപ്പൊ പാലക്കാട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം പ്രതീക്ഷിച്ചതിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്, വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. പക്ഷെ അതിനിപ്പോൾ പറയുന്നത് ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമികളെയും ജമാഅത്ത് ഇസ്ലാമിക്കാരും അതുപോലെ SDPIക്കാരൊക്കെ ഇവിടെ വോട്ടെന്ന് പറയുന്ന സാധനം, വോട്ടെന്ന് പറയുന്നത് ആര് നൽകിയാലും സ്വീകരിക്കും. വോട്ടെന്ന് പറയുന്നത് ആര് നൽകിയാലും സ്വീകരിക്കും. അതിനകത്ത് വോട്ട് ചെയ്യുന്ന ആളുടെ ജാതിയോ മതമോ വർഗമോ ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല മറ്റുള്ളവർ വോട്ട് സ്വീകരിക്കുക. അതിപ്പോൾ CPM എല്ലാ കാലത്തും, CPM എന്ന് പറയുന്ന പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ വർഗീയ വോട്ടുകൾ നേടിയിട്ടുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വാർഡിൽ CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് CPMന്റെ വോട്ട് മാത്രമല്ല. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? എൻ്റെ വാർഡിൽ, ഞാൻ ജനിച്ചു വളർന്ന വാർഡിൽ ഒരു CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചത് CPMന്റെ വോട്ട് കൊണ്ട് മാത്രമല്ല. അപ്പം ഈ തൂറിമെഴുകൽ നിർത്തുക ആദ്യം. ഈ തൂറിമെഴുകലുണ്ടല്ലോ, അവിടെ BJPന്റെയും RSSന്റെയും എല്ലാ വർഗീയ പാർട്ടികളുടെയും വർഗീയത മനസ്സുകൊണ്ട് നടക്കുന്ന ആളുകളുടെയൊക്കെ വോട്ട് നേടിയിട്ട് തന്നെയാണ് ഇപ്പം എൻ്റെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആള് രാജേന്ദ്രൻ മാഷ് ജയിച്ചിട്ടുള്ളത്. അവിടെ വോട്ട് കിട്ടുമ്പോൾ അത് ഞാനൊരു തെറ്റായി പറയല്ല, ഒരു തെറ്റായിട്ട് പറയുന്നതല്ല. കാരണം ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പ്രാദേശികമായിട്ട് ഒരു വാർഡിൽ നടക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ എങ്ങനെയൊക്കെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഉപ്പും ചോറും തിന്നവർക്ക് മനസ്സിലാവും, കമ്മികൾക്ക് മനസ്സിലാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അവരിപ്പോൾ പറയണ പാലക്കാട്ടിലെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഞാനൊക്കെ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലുള്ള പാർട്ടി കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് അദ്ദേഹത്തിനോളം മാറ്റുരയ്ക്കാൻ കഴിയില്ലെങ്കിലും ഏകദേശം അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മീറ്റർ 2 മീറ്റർ അകലത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു നേതാവൊക്കെ തന്നെയാണ് ഈ ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന വ്യക്തി. കാരണം നമ്മുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി സഖാവിൻ്റെ അടുത്തൊന്നും വരാൻ പോരാ, അദ്ദേഹത്തിനൊക്കെ ആദർശധീരനായിട്ടുള്ളൊരു സഖാവാണ് അദ്ദേഹം. ഇതുപോലുള്ള വിഡ്ഢിവായത്തങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പഴയ പോലെ നിങ്ങൾ കമ്മിറ്റി യോഗങ്ങൾ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, ദേശാഭിമാനി പത്രം വായിച്ച് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അങ്ങനെ അപ്പാടെ ഗ്രഹിക്കുന്ന ഒരു ജനതയല്ല ഇപ്പോൾ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയ എന്താണെന്നും ഇന്നത്തെ സമകാലിക രാഷ്ട്രീയം എന്താണെന്നും വർത്തമാന കേരളം എന്താണെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുള്ള യുവതലമുറ മുതൽ ഏകദേശം യുവത്വം മാറി വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന, ഇന്ന് ഏകദേശം ഇന്റർനെറ്റും മൊബൈലും ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ വർഗീയത SDPIക്കാർ വർഗീയതയാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാർ വർഗീയതയാണ്. ഈ ജമാഅത്ത് ഇസ്ലാമിയെ ഏറ്റവും ആദ്യം തോളിലേറ്റിയത് ആരാന്നറിയോ? ആരാ? ഈ CPM ആണ്. CPM ആണ് ഏറ്റവും കൂടുതൽ ഈ ജമാഅത്ത് ഇസ്ലാമിയെ തോളിലേറ്റിയത്. മുസ്ലിം സംഘടനകളായിട്ടുള്ള സകല മുസ്ലിം സംഘടനകളുടെയും വാതിൽക്കൽ പോയി ഒരു ഇറച്ചിക്കടന് മുമ്പിൽ പട്ടിയിരിക്കും പോലെ പോയി ഇരുന്ന് വോട്ട് വാങ്ങിച്ചിട്ടുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പേരിന്റെ കൂട്ടത്തിൽ ഈ CPMന്റെ പേരും, പിന്നെ ഇടക്കാലഘട്ടത്തിലൊക്കെ പറയും വർഗീയ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ജയിക്കില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് അവരതൊക്കെ പറയും, ജയിക്കില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് അവരിതൊക്കെ പറയും. മനസ്സിലായില്ല? എന്തിന് അൻവർ വന്ന് പറഞ്ഞു 5000 വോട്ട് പിടിക്കുന്നത്? അദ്ദേഹം 5000 വോട്ട് പിടിച്ചല്ലോ, മനസ്സിലായിട്ടില്ല? അപ്പോൾ ജനങ്ങൾക്ക് ബോധമുണ്ട്, ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ നാട് പോകുന്നതും ഈ നാടിന്റെ സ്ഥിതി എന്താണെന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധം ജനങ്ങൾക്കുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ സാക്ഷരത പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, സാക്ഷരതാ ക്ലാസ്സുകൾ എടുക്കുന്ന കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് തറയോഗങ്ങളും കമ്മിറ്റി യോഗങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ബ്രാഞ്ച് കമ്മിറ്റി യോഗ തീരുമാനങ്ങളും ലോക്കൽ കമ്മിറ്റി തീരുമാനങ്ങളും ഒരു സഖാവിലൂടെ സർക്കുലറായിട്ട് കൊടുത്തയച്ചു വന്നിട്ട് ഈ പാവം അണികളെയും പാർട്ടി മെമ്പർമാരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാലഘട്ടമൊക്കെ പോയി. മനസ്സിലായില്ലേ? ഇന്ന് ഓൺലൈനിൽ കൂടെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ബോധമുള്ളൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അവരുടെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പുതിയ യുവതകൾക്കൊക്കെ, ഇന്നത്തെ പുതിയ തുർക്കികൾക്കൊക്കെ നാട്ടിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോധ്യമുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അവർക്കറിയാം എങ്ങനെ ഏത് രീതിയിൽ ചൂസ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ പാലക്കാട് സരിനെ കൊണ്ട് നിർത്തിയിട്ട് എന്താ പറയുക, ബ്രോ എന്നുള്ളൊരു പട്ടവും കൊടുത്ത് കാട്ടിക്കൂട്ടാത്ത കോപ്രായങ്ങൾ ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് എന്തൊക്കെയാ അവൻ നിലവിളി കൂട്ടി, എന്നിട്ട് അവൻ നിലവിളി കൂട്ടിയിട്ട് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് കരയണം, എനിക്ക് കൈ തന്നില്ല, എനിക്ക് കാല് തന്നില്ല എന്നും പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പല ആളുകളുടെ മുമ്പിൽ ഡിബേറ്റ് കൊടുക്കുന്ന സമയത്ത്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഡിബേറ്റ് കൊടുക്കുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ, ഒരു സിവിൽ സർവീസ് പാസ്സായ വ്യക്തിയാണ്, ഡോക്ടറാണ് എന്നുള്ളൊരു പക്വത അവനിലുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പാലക്കാട് പോലുള്ളൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ മുതിർന്നപ്പോൾ CPMന്റെ ഏറ്റവും
ഗതികെട്ട ഒരു അവസ്ഥ എന്ന് പറയേണ്ട ഒരു ഗതികേട്ടിലേക്ക് വരും. എന്നിട്ടിപ്പോൾ എന്ത് നേടി നിങ്ങൾ? വല്ലതും നേടി അവിടെ? ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. പെട്ടി വിവാദം കൊണ്ടുവന്നു, കത്ത് വിവാദം കൊണ്ടുവന്നു, അങ്ങനെ വർഗീയപരമായിട്ടുള്ള എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെച്ചു. നിങ്ങൾ വർഗീയതയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യതയുള്ളത്? മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്തിൽ കെട്ടിക്കാണിക്കാൻ ഒരു മുസ്ലിം പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്കും. അവിടെ ഭൂരിപക്ഷം നിങ്ങൾക്ക് കിട്ടിയ ഒന്നിനും കൊള്ളാത്ത റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് അതിന്റെ പിന്നിൽ നിന്ന് ചക്രം തിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിന്റെ ഭരണ നേതൃത്വം ഇരുന്ന് ചക്രം ഭരിക്കും. വർഗീയപരമായിട്ട് ഏതൊക്കെ ചേരിതിരിവ് നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ നടത്തും. എന്നിട്ട് പറയുക SDP വോട്ട് കൂടെ. നിങ്ങൾ വിജയത്തെ അംഗീകരിക്കുക. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയെ അവരുടെ വിജയത്തെ നിങ്ങൾ അംഗീകരിക്കാനുള്ള ബോധം കാണിക്കുക, അതിനുള്ള മനസ്സ് കാണിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സ് കാണിക്കാത്തത്? ഈ കാണിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ നശിച്ചത് ഇന്ത്യയിൽ മൊത്തം ഇല്ലാതായത്. നിങ്ങൾക്ക് പാലക്കാട് ജയിക്കാൻ കഴിയില്ല, രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഭിമാനപൂർണ്ണമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാക്കി മാറ്റാൻ കഴിയും. പക്ഷേ ജയിച്ച സ്ഥാനാർത്ഥിയെ ജയിച്ചത് അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കുക. അവിടെ വർഗീയതനെ കൊണ്ടൊന്നും മുളയ്ക്കണ്ട. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കാഫർ വിവാദം തൊട്ടിട്ട് പല രീതിയിൽ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മൊത്തം വർഗീയവാദികളും അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പല ആശയങ്ങളുണ്ട്. അവരൊരു മതത്തിന്റെയും അവരുടെ വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ്. അവർക്ക് ഓരോ ചിന്തകളുണ്ട്. അവരെയൊക്കെ നിങ്ങൾ വർഗീയവാദികളാക്കി മാറ്റാൻ ശ്രമം കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അത് തന്നെയാണ് നടക്കുന്നത്. പോരാട്ടം നടത്തുന്നവൻ, പോരാടാൻ ശ്രമിക്കുന്നവൻ, അത് എന്തിനെതിരെ പോരാടുന്നവനാണെങ്കിലും അവൻ പോരാളിയാണ്. അവൻ പല സംഘടനകളിൽ പോയി ചേരും. മനസ്സിലായിട്ടുണ്ടോ? ഇപ്പൊ CPM നിൽക്കുന്ന മുസ്ലിം ഭൂരിപക്ഷത്തിലുള്ള ആളുകൾ മുഴുവൻ വർഗീയവാദികളാണോ? ആണോ? എല്ലാവരുടെ മനസ്സിലുണ്ട് അവന്റെ മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചുള്ള ചിന്ത. ഏറ്റവും കൂടുതൽ വർഗീയത കൊണ്ട് നടക്കുന്ന ആരാന്ന് വെച്ചാൽ ഞാൻ CPM പറയുള്ളൂ. CPM ഏറ്റവും കൂടുതൽ വർഗീയത മനസ്സ് കൊണ്ട് നടക്കുന്ന ആളുകൾ. അവർ മതവും ജാതിയും നോക്കിയിട്ട് അവർ സംസാരിക്കുകയും പെരുമാറും ചെയ്യുള്ളൂ. അവരൊക്കെ ഞങ്ങള് സാധാരണക്കാരൻ്റെ ഒപ്പം ഒന്ന് പറച്ചിലും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു ദളിതിന്റെ ഒരു മന്ത്രി പോലും ഇല്ലാത്തൊരു മന്ത്രിസഭയാണ് കേരളത്തിലെ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വം തന്നെ മാറ്റിയതാണ് K. രാധാകൃഷ്ണനെ. ചിലപ്പോൾ അടുത്തത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തെ ഒതുക്കിയതാണ്. പാർലമെന്റിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ അദ്ദേഹത്തെ ഒതുക്കി മാറ്റി. എന്നിട്ടോ ഇപ്പൊ നിയമസഭയ്ക്കകത്ത് ആരാ ഉള്ള ഒരു ഇടതുപക്ഷത്തിൽ ആരെങ്കിലും ഇപ്പൊ ഒരു SC/ST വകുപ്പ് മന്ത്രി ഉണ്ടോ? ഇല്ല. ഇവര് പറയും ഞങ്ങളെല്ലാവരും സാധാരണക്കാർ. പക്ഷെ ഇവരുടെ ഉള്ളില് ഇവരുടെ പോളിറ്റ് ബ്യൂറോയിൽ എടുത്ത് നോക്കൂ, എത്ര ന്യൂനപക്ഷമുണ്ട്, എത്ര ദളിതന്മാരുണ്ട് അതിനകത്ത്. കാലാകാലമായിട്ട് കേരളം ഭരിച്ചിരിക്കുന്ന എത്ര ദളിതന്മാര് CPM മുഖ്യമന്ത്രിയായിട്ടുണ്ട്, എത്ര ന്യൂനപക്ഷക്കാർ CPM മുഖ്യമന്ത്രിയായിട്ടുണ്ട്? പറയൂ. ചെയ്യില്ല. ഇവര് ഏറ്റവും കൂടുതൽ വർഗീയത കൊണ്ട് നടക്കുന്നത് ഇവര് തന്നെയാണ്. മനസ്സിലായിട്ടുണ്ടോ? സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാകുന്ന കാലഘട്ടം വന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിച്ചത്? ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല. മനസ്സിലായിട്ടുണ്ടോ? 75-80 കാലഘട്ടത്തിൽ ജനിച്ച ആളുകളൊന്നും ഇതൊന്നും മറന്നിട്ടില്ല. എന്നിട്ട് വർഗീയതയെക്കുറിച്ചിട്ട് ഈ ചങ്ങാതി മൈക്കിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഗോവിന്ദൻ മാഷ് പറയുന്ന ഒരു കാര്യമാണ്, SDPIക്കാരുടെ വോട്ട് നേടി, ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വോട്ട് നേടി. അത് അവരൊന്നും മനുഷ്യന്മാരല്ലേ? അവരുടെ വോട്ട് കുത്തി ഇവിടുത്തെ ജനാധിപത്യത്തിൽ സ്വീകരിക്കില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അവർ വോട്ട് ചെയ്ത് ഇവിടുത്തെ ജനാധിപത്യത്തിൽ സ്വീകരിക്കില്ല. നീ SDPIക്കാരനാണ്, നിന്റെ വോട്ട് വേണ്ട. നീ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്, നിന്റെ വോട്ട് വേണ്ട. നീ RSSകാരനാണ്, നിന്റെ വോട്ട് വേണ്ട എന്ന് പറയാൻ ഇവിടുത്തെ വോട്ടർ മെഷീൻ ഇന്നാളുടെ വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ വായിൽ എന്തെങ്കിലും തോന്നിയാൽ അത് വിളിച്ചു പറഞ്ഞിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ വീണ്ടും നാറാൻ നിൽക്കണ്ട സഖാവേ. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ജയിച്ച ആളിനെ ജയത്തെ അംഗീകരിക്കുക. ആദ്യം ജയിച്ചു അയാൾ നല്ല ഭൂരിപക്ഷം. കോൺഗ്രസ്സുകാർ പോലും 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം, മിനിമം ഒരു 5,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷ. പക്ഷെ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ജയത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെയാണ്. നിങ്ങളും BJPയും തമ്മിലുള്ള രഹസ്യ കൂട്ടുകെട്ടിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചത് പാലക്കാട്ടിൽ. പിന്നെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിത്വം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം അത് തീരുമാനിക്കപ്പെട്ടതിൽ സംസ്ഥാന നേതൃത്വത്തിന്, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്നിട്ടും 28,000 വോട്ട് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. മനസ്സിലായിട്ടോ? ഇതിൽ 5,000 വോട്ട് കോൺഗ്രസിന്റെ വോട്ടാ പോയത്. കോൺഗ്രസിന്റെ വോട്ട് 5,000 വോട്ട്, 5,000-ഓളം വോട്ട് PV അൻവറിന്റെ സ്ഥാനാർത്ഥി പിടിച്ചത് അത് കോൺഗ്രസിന്റെ വോട്ടാണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ഇതിനകത്തൊന്നും വലിയ ജാള്യത കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ട് ഈ കേരളത്തിൽ നിങ്ങൾ ക്ലച്ച് പിടിക്കാനൊന്നും പോകില്ല. അപ്പം 3.0 നടക്കില്ല. അതൊക്കെ ഈ കമ്മികൾക്ക് എന്നിരുന്ന് പറയാം. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ ഓരോരുത്തർക്കും. ആ ആഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയും. ജനങ്ങൾ തീരുമാനിക്കും.
വോട്ടർ മെഷീന്റെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങൾ തീരുമാനിക്കും ആര് കേരളം ഭരിക്കണം എന്നുള്ളത്. ഈ പാലക്കാട്ടിലെ BJPന്റെ ഇടയിൽ കോൺഗ്രസിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മുഖ്യ കാരണം BJPയെക്കാളും CPM തന്നെയാണ്. CPM പാലക്കാട് കാട്ടിക്കൂട്ടിയ നാടകങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്, യുവതലമുറ കാണുന്നുണ്ട്. ഇത് മനസ്സിലാകാതെ 75-80 വയസ്സായിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഇന്നും ആമാറപ്പെട്ടി കക്ഷത്ത് നിറക്കാത്ത നേതാക്കന്മാരിരുന്നിട്ട് നിലാവിനെ നോക്കി കുരയ്ക്കുന്ന ചില മൃഗങ്ങളെപ്പോലെ ഇരുന്നിട്ട് കുരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. യഥാർത്ഥ സത്യം അതാണ്. മനസ്സിലായിട്ടുണ്ടോ? യുവജനതയെ അംഗീകരിക്കാനുള്ള മനസ്സ് ഈ കിഴവന്മാർക്കില്ല എന്നുള്ളതാണ് സത്യം. കിഴവന്മാർക്കില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ നോക്ക്, എത്ര ഭംഗിയായിട്ട് അവർ യുവജനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണു. എന്നിട്ടും മൈക്ക് കാണുമ്പോൾ പറയുക വർഗീയത. ഇവർക്ക് പറയാനുള്ള ഒരൊറ്റ ഈ CPMന്റെ DYFIന്റെ ബോർഡുകളിൽ നിങ്ങൾ ഏത് ബോർഡ് കണ്ടാലും നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ വർഗീയതയ്ക്കെതിരെ, മതനിരപേക്ഷത, മാനുഷിക മൂല്യങ്ങൾ. ഇവർ മാത്രം മനുഷ്യന്മാരുള്ളൂ, ഇവർക്ക് മാത്രം സ്നേഹ ഹൃദയമൊക്കെ ഇവർക്ക് മാത്രമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സിംഹത്തിന്റെയും നരികളുടെയും സ്വഭാവത്തിലാണല്ലോ നടക്കുന്നത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ. ഇവരുടെ ബോർഡിൽ എപ്പോൾ നോക്കിയാലും ഇവരുടെ DYFIക്കാരുടെ ഏത് ഒരു ആഗസ്റ്റ് 15 വന്നിട്ട് ഏതെങ്കിലും ഒരു പരിപാടിക്ക് അവർ ബോർഡ് വെക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ വർഗീയതയ്ക്ക് ആരവിടെ വർഗീയത നടത്തുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയത എന്ന് പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. ഇവിടെ ആർക്ക് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരു വർഗീയതയില്ല. ഈ വർഗീയത ഉണ്ടാക്കിയെടുക്കുന്നത് CPM ആണ് കേരളത്തിൽ. ജനങ്ങൾ എങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ അടുപ്പിക്കാനുള്ള വഴി നോക്കുന്ന RSSനേക്കാളും BJPയെക്കാളും ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് ഇവിടുത്തെ CPM ആണ്. അവരാണ് ഏറ്റവും വലിയ വർഗീയത. അല്ലാതെ ഈ BJPക്കാരുടെ പോസ്റ്റിൽ കണ്ടിട്ടുണ്ടോ വർഗീയത? കോൺഗ്രസ്സുകാരുടെ പോസ്റ്റിൽ കണ്ടിട്ടുണ്ടോ വർഗീയത? ഇവരുടെ പോസ്റ്റിൽ മാത്രം, വാൾ പോസ്റ്റിലും ബാനറിലും മാത്രം ഉണ്ടാവുള്ളൂ വർഗീയത, മതനിരപേക്ഷത, പിന്നെന്താണ് മാനവികത. ഇവർക്ക് മാത്രമേ ഈ പറഞ്ഞതൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നുമില്ല. മാനവികത കോൺഗ്രസ്സുകാർക്കില്ല, മാനവികത BJPക്കാർക്കില്ല, മാനവികത SDPIക്കാർക്കില്ല, മാനവികത ജമാഅത്ത് ഇസ്ലാമിക്കാർക്കില്ല. ഇവർക്ക് മാത്രം മാനവികതയുള്ളൂ, ഹൃദയപക്ഷമുള്ളൂ. ഇവർക്ക് മാത്രമുള്ളൂ. നമ്പർ 1 തട്ടിപ്പുകാരാണ് ഇവര്. നമ്പർ 1 തട്ടിപ്പുകാര്. വർഗീയത എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് അംബാസിഡറാണ് CPM ഇവിടുത്തെ, DYFI ഇവിടുത്തെ ബ്രാൻഡ് അംബാസിഡർ. അവരുടെ സദാം ഹുസൈൻ മരിച്ചു കഴിഞ്ഞാൽ സദാം ഹുസൈന്റെ മറ്റേ ചരമവാർഷികവും ജന്മദിനവും ആഘോഷിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു പാർട്ടി ഏതാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPM DYFI ആണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകളെ കൊന്നൊടുക്കിയ വ്യക്തിയാണ് സദാം ഹുസൈൻ. പോരാളിയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. കാലത്തിന്റെ കാവ്യനീതി തന്നെയാണ് അത് നടപ്പിലാക്കിയത്, കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയത്. അല്ലെങ്കിൽ ആ നാട് നശിച്ചുപോകും. സോവിയറ്റ് യൂണിയൻ നശിച്ചുപോയില്ലേ? മനസ്സിലായിട്ടുണ്ടോ? സോവിയറ്റ് യൂണിയൻ എങ്ങനെ നശിച്ചുപോയത്? അതൊരു ഏകാധിപത്യത്തിലേക്കാണ് പോകുന്നത്. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നെങ്ങത്തെ കാലെടുത്ത് വെക്കുന്ന ഒരു പ്രവണതയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക്. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കുക. കാരണം എന്തുകൊണ്ടാണ് ലെനിന്റെ ശവം ഇന്നും കുഴിച്ചിടാതിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ശവം ഭൂമിക്ക് പോലും വേണ്ട. അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ഒക്കെ ക്രൈൻ കൊണ്ടുവന്ന് തകർത്തെറിഞ്ഞു അവിടുത്തെ ജനങ്ങൾ. എന്തുകൊണ്ടാണ്? ജനങ്ങൾ അത്രയ്ക്ക് വെറുക്കപ്പെട്ടു. പിന്നെ ചൈനയിലെ കമ്മ്യൂണിസം, മാവോ കമ്മ്യൂണിസമാണ്. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരിപ്പോഴും മാറ്റപ്പെട്ടില്ല. ഇവരിപ്പോഴും കാർൽ മാർക്സിന്റെയും ഏംഗൽസിന്റെയും ആ കിതാബും കക്ഷത്ത് വെച്ച് നടക്കുന്ന ആളുകളാ. ഇവർ മാറ്റപ്പെട്ടില്ല. കാരണം ഇത് ഏകാധിപത്യത്തിന്റെ പാർട്ടിയാണ്. ഏകാധിപത്യമാണ് ഇവർക്ക്, ഏകാധിപത്യ പ്രവണത. ഇത് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാകില്ല. ഇന്ത്യ രാജ്യം ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇവര് അത് നടപ്പിലാക്കില്ല എന്നുള്ളൂ. ഇന്ത്യയിലൊരു ഭരണം ഇവരുടെ എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് ഭൂരിപക്ഷത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരത് നടപ്പിലാക്കി. പിന്നെ അവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഭരണം പോവില്ല. കാരണം ഏകാധിപത്യമാണ്. മനസ്സിലായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടികളാണ്. പഠിച്ച് മനസ്സിലാക്കി വരുമ്പോഴാണ് ഇവർ എത്രത്തോളം ക്രൂരന്മാരാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇന്ന് ക്യൂബ എന്ന് പറഞ്ഞ രാജ്യം, ക്യൂബയെ മോഹനെ പോലെ ക്യൂബയെ കണ്ടുപിടിക്കും. ക്യൂബയിലെ ജനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? ഇന്ന് ലോകം ഇത്രയും വികസിച്ചിട്ട്, ലോകം ഇത്രയും എന്താ പറയാ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോഴും ഉപരോധങ്ങളാൽ വേണം നമുക്ക് എല്ലാവരുമായിട്ട് സഹകരണം വേണം. സഹകരണം ഇല്ലാതെ ഒരു അയൽവാസിയുടെ സഹകരണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ സമൂഹം വേണം നമുക്ക് നമ്മുടെ ചുറ്റും. അതുപോലെ തന്നെ ലോകക്രമവും പരസ്പരം എല്ലാം കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന
ഇതാണ് ലോകം മൊത്തം. ഇതിലെല്ലാം ഉപരോധങ്ങളാൽ ചുറ്റപ്പെട്ട് ഇന്നും ഒരു പുതിയ തലമുറ കാർ അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു പുതിയ തലമുറ കാർ അവിടെ ഇല്ല. ജനങ്ങൾക്ക് നല്ല രീതിയിൽ ചികിത്സിക്കാനുള്ള ഒരു ഹോസ്പിറ്റൽ അവിടെ ഇല്ല. നല്ല രീതിയിലുള്ള വൈദ്യുതി അവിടെ ഇല്ല. നല്ല രീതിയിലുള്ള ആഹാരം അവിടെ കിട്ടുന്നില്ല. എന്നിട്ട് ഈ കമ്മ്യൂണിസത്തിന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോഴും ഏകാധിപതിയായിട്ട് അവിടെ വാഴ്ന്നുകൊണ്ടിരിക്കുക ഒരു മഹാൻ. ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അതിനനുസരിച്ചിട്ടില്ല മുന്നോട്ട് പോകേണ്ടത്. അതിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഈ CPM പറയും പോലെ ജയിച്ചു കഴിഞ്ഞാൽ പറയും മഴവിൽ സഖ്യം. എന്ത് തേങ്ങ മഴവിൽ സഖ്യം, എന്ത് തേങ്ങ ഈ മഴവിൽ സഖ്യം? ഇവരെന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? SDPIക്കാരുടെ വോട്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാർ, എന്ത് SDPIക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വോട്ടിംഗ് മെഷീൻ സ്വീകരിക്കില്ലേ? അത് ആർക്കും അവർ കുത്തി അത് സ്വീകരിക്കില്ലേ? ഇവിടെ ജനാധിപത്യമുള്ള രാജ്യമല്ലേ, അല്ലാതെ ഏകാധിപതികൾ ഭരിക്കുന്ന ഉത്തര കൊറിയ പോലുള്ള രാജ്യമൊന്നുമല്ലല്ലോ കേരളം. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം ഉത്തര കൊറിയ ഒന്നുമല്ലോ. ഇന്നാളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ തീരുമാനിക്കാൻ അവിടെ വോട്ടെടുപ്പൊന്നുമില്ലല്ലോ. അതുപോലെ ആക്കി തീർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഒരു വിജയത്തെ അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്ത ഈ ഇരുണ്ട മനസ്സുമായി നടക്കുന്ന നിങ്ങളെ ജനങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആദ്യം മനുഷ്യനാകണം. വെറുതെ പാട്ടുപാടിയാൽ പോരാ, മനുഷ്യനാകണം. വിജയത്തെ അംഗീകരിക്കണം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് അവരുടെ പാർട്ടിയുടെ പ്രയത്നത്തിന്റെ ഫലമായി തന്നെ ജയിച്ചാണ്. 5000 വോട്ട് എന്നുള്ളത് 18,000 എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട CPM തന്നെയാണ്, BJP തന്നെയാണ്. BJPയേക്കാളും കൂടുതൽ ഏറ്റെടുക്കേണ്ട CPM ആണ്. കാരണം ആ പിതൃത്വത്തിലേക്കുള്ള വഴി മുഴുവൻ തെളിച്ചിട്ടുള്ള ബീജക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചു വിട്ടത് നിങ്ങളാണ്. ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വിവാദ പെട്ടി ഉണ്ടാക്കി വെച്ചു, വ്യാജ കത്തുണ്ടാക്കി വെച്ചു. അവന് ഏതൊക്കെ രീതിയിൽ ഒരു മനുഷ്യന് വ്യക്തിഹത്യ നടത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ വ്യക്തിഹത്യ നടത്തി അത്രത്തോളം തരം താഴ്ന്ന് ഇല്ലാതായത് നിങ്ങളാണ്. അതാണ് യഥാർത്ഥ സത്യം. ആ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക, സഖാക്കൾ മനസ്സിലാക്കുക. ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം പറഞ്ഞ് വിജയിക്കണം. എങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ വിജയിക്കുക? നാട്ടിലെ വികസനത്തിനെയും ജനങ്ങൾക്ക് ജനോപകരപരമായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളിലൂടെ ആ പാർട്ടി കൈവരിച്ചിട്ടുള്ള, ആ സർക്കാർ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ എണ്ണി പറഞ്ഞുകൊണ്ട് ആ വിജയത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് യഥാർത്ഥ പോരാളി. അത് EMSൽ നിന്ന് പഠിക്കാനുണ്ട്, AKGയിൽ നിന്ന് പഠിക്കാനുണ്ട്, ഈ ഗോവിന്ദനിൽ നിന്ന് പഠിക്കാൻ കിട്ടില്ല. ഈ പഠിപ്പ് പഠിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഒടുക്കത്തെ പഠിപ്പായി പോവും. പിന്നെ പഠിപ്പ് പഠിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറ സഖാക്കളുടെ അവിടെ ഞാൻ പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിടുക. അല്ലാണ്ട് പൊലയാട്ട് പറഞ്ഞിട്ട് മുണ്ടുപൊക്കി കാണിച്ചിട്ടും പെട്ടി വിവാദം ഉണ്ടാക്കി കഴിഞ്ഞിട്ടും സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന റൂമിൽ കയറിയിട്ട് അവരുടെ അടിവസ്ത്രം മുഴുവൻ അഴിച്ചു പരിശോധിച്ചിട്ടല്ല രാഷ്ട്രീയ കളി കളിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അതല്ല രാഷ്ട്രീയ കളി. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാരും ഈ പാർട്ടിയും നടത്തിയിട്ടുള്ള മുൻകരുതലായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ അന്തസ്സായിട്ട് വോട്ട് ചോദിച്ചിട്ട് ആ വോട്ടിലൂടെ ജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു അഭിമാനിക്കാനുള്ള വകയുണ്ട്. അല്ലാണ്ട് പൊലയാട്ട് പറഞ്ഞിട്ടും വല്ലവരുടെ പാവാടവള്ളിയിൽ കിടന്ന് തൂങ്ങിയിട്ടും. കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയത് സരിതയുടെ പാവാടവള്ളിയിൽ തൂങ്ങിയിട്ടാണല്ലോ. ഓർമ്മയുണ്ടോ? ആ പാവം 76 വയസ്സായിട്ടുള്ള ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ പൊലയാട്ട് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം മരിച്ചപ്പോൾ എല്ലാ DYFIന്റെ തൂണിന്റെ CPMന്റെ തൂണിന്റെ ചോട്ടിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച ഏറ്റവും നെറികെട്ട രാഷ്ട്രീയ പാരമ്പര്യമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവകാശപ്പെടാൻ CPMന് മാത്രം അധികാരമുള്ളൂ. അവർക്ക് മാത്രമേ അവകാശമുള്ളൂ. കോൺഗ്രസ്സുകാർ പോലും ആ പിതൃത്വം ഏറ്റെടുക്കില്ല. എന്നിട്ടിപ്പോൾ പറയണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം മഴവിൽ സഖ്യമാണെന്ന് പോലും. നെറിയുണ്ടോ? നാണമുണ്ടോ അവർക്കിത് പറയാൻ? വർഗീയവാദികളുടെ വോട്ട് ആരുടെ കിട്ടിയാൽ ആര് സ്വീകരിക്കുന്നേ? എന്ത് ഇതിൽ വർഗീയവാദിയും വർഗീയമല്ലാത്തവാദിയും? ഇവർ ഹൃദയപക്ഷക്കാർ മാത്രം. ഇവർ മാത്രം ഹൃദയപക്ഷക്കാർ. ഇവരുടെ സഖാക്കൾ ചെയ്യുന്ന വോട്ടൊക്കെ ഹൃദയപക്ഷത്തു നിന്നുള്ള വോട്ട്, ബാക്കിയുള്ളവരൊക്കെ വർഗീയതയുള്ള വോട്ട്. കഷ്ടം. ഇവരൊക്കെ ഏറ്റിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് വലിയൊരു കാര്യം. നിങ്ങൾ വികസനത്തെ പറ, രാഷ്ട്രീയം പറ, രാഷ്ട്രീയ സംവാദം നടത്തുക. അതൊക്കെയാണ് അന്തസ്. റഹീമിനെ പോലുള്ളവരൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആരെങ്കിലും മത്സരിക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി പ്രസംഗിക്കാൻ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഈ എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ട് ഇരട്ടിയിലായിട്ട് വർദ്ധിക്കും. കാരണം അവനിക്ക് രാഷ്ട്രീയ ബോധമില്ല. നിങ്ങൾ AKG സെന്ററിൽ ആസ്ഥാന കോമാളിയാക്കി തിരുത്താം ആ ചങ്ങാതിയെ. AKG സെന്ററിൽ ഒരു കോമാളി വേണമല്ലോ. ഒരു ഈ സമ്മേളനം അവിടെ സംസ്ഥാന കമ്മിറ്റി യോഗവും സംസ്ഥാന സെക്രട്ടറിയൊക്കെ ചേരുന്ന സമയത്ത് കുറച്ചു നേരം നർമ്മം പ്രകടിപ്പിക്കാനുള്ള ഒരു ആസ്ഥാന കോമാളിയായിട്ട് ഇരുത്താൻ പറ്റുന്ന വ്യക്തിയാണ് ഈ പറയുന്ന റഹീം. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട തുപ്പാത്തവൻ രാവിലെ തുപ്പാൻ മറന്നവൻ വൈകുന്നേരം തുപ്പിയിട്ടേ കിടന്നുറങ്ങുള്ളൂ. രാഷ്ട്രീയ പ്രസംഗം നടത്താൻ അറിയോ റഹീമിന്? അറിയോ? അവനെന്തോ ഇവിടെ വലിയ മതമൈത്രി ഉണ്ടാക്കിയ പോലെയാണ് റഹീമിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ. കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ നിറകുടവും നിലവിളക്കൊക്കെ അവനാണെന്ന് തോന്നിപ്പോവും. ഒന്നാന്തരം വിഡ്ഢി.
ഒന്നാന്തരം വിഡ്ഢി എ ആർ റഹീം. ആ എ ആർ റഹീം എവിടെയൊക്കെ പോയിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നവിടെ മത്സരിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഭൂരിപക്ഷം ഇരട്ടിയാക്കി കൈക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് ഇപ്പോൾ CPM-ന് ആവശ്യം. വിഡ്ഢിത്തവും മണ്ടത്തരവും പറഞ്ഞുകൊണ്ട് അണികളെ ഏതൊക്കെ രീതിയിലൊക്കെ പരിപോഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പരിപോഷിപ്പിച്ച് കൂടെ നിർത്താൻ പറ്റുന്ന നേതാക്കളാണ് ഇന്ന് CPM-നകത്തുള്ളത്. കൃഷ്ണദാസിനെ പോലെ സഖാവിനെയൊക്കെ ഞാൻ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് NN കൃഷ്ണദാസൊക്കെ. മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങളൊക്കെ DYFൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്ത് അന്തസ്സോട് കൂടിയിട്ട് എന്തിനു കൂടെ നിൽക്കാൻ കെൽപ്പുള്ള നേതാവാണ് അദ്ദേഹമൊക്കെ. ആലത്തൂർ SM കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്ത് അദ്ദേഹത്തെയൊക്കെ ABVP-കാർ തല്ലി ഓടയിലിട്ടിട്ടുണ്ട്. എന്നിട്ടും അവിടെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടന്ന് ഉയർന്നു വന്നൊരു നേതാവാണ് NN കൃഷ്ണദാസൊക്കെ, സഖാവ്. അദ്ദേഹത്തിനൊക്കെ എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന നേതാവാണ്, നെറിയുള്ള നേതാവാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പെട്ടിയുടെ കാര്യങ്ങളൊക്കെ വിട്, രാഷ്ട്രീയം പറയുന്നത്. അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹം അന്തസ്സുള്ള മനുഷ്യനാണ്. അതുപോലെ നമ്മുടെ സഖാവ് രാധേട്ടൻ, ചാലക്കരയിൽ രാധേട്ടൻ, അവരൊക്കെ മത്സരിക്കണം. ഇപ്പോഴത്തെ സഖാവ്, ഇപ്പൊ ജയിച്ച സഖാവ്, അവരൊക്കെ നല്ല നേതാക്കന്മാരാണ്. അവരിൽ നിന്നൊക്കെ ഈ എ ആർ റഹീമിനെ പോലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കെട്ടിവച്ച കാശും പോലും പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ടൊക്കെ ഇവനൊക്കെ നിലനിന്ന് പോവാണ്. അല്ലെങ്കിൽ വല്ല MLA-മാരുടെയൊക്കെ വോട്ടിൽ രാജ്യസഭയിൽ പോയിരിക്കാതെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ട് ഇവൻ ജീവിതകാലം ജയിക്കില്ല. മനസ്സിലായിട്ടുണ്ടോ? പിന്നെ ഫോട്ടോ വെച്ച വോട്ട് കിട്ടില്ല. പിന്നെ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുന്നല്ലാതെ ഇവന്റെയൊക്കെ ഫോട്ടോ വെച്ച വോട്ട് ചെയ്യില്ല. ഈ നമ്മുടെ സഖാവ് രാധാകൃഷ്ണനിൽ നിന്നും ഈ പറഞ്ഞ പ്രദീപിൽ നിന്നും അതുപോലെ നല്ല എണ്ണം പറഞ്ഞ നേതാക്കന്മാർ ഒരുപാടുണ്ട് CPM-ൽ നിന്നും. സഖാക്കൾ എന്ന് പറയാം, അവരെ നെഞ്ചിൽ ചേർത്ത് വെച്ച് പറയാം. സഖാവ് NN കൃഷ്ണദാസിനെ പോലെയും സഖാവ് സ്വരാജിനെ പോലെയും എണ്ണം പറഞ്ഞ കുറേ നേതാക്കന്മാര് പാലക്കാടൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സ്വരാജിനെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുമൊന്നുമില്ല. എപ്പോൾ ജയിച്ചെന്ന് വെച്ചാൽ മതി. മനസ്സിലായിട്ടുണ്ടോ? അവരൊക്കെ ഒതുക്കപ്പെടുകയാണ്. രാഷ്ട്രീയം പറയുന്ന ആളുകളാണ് അവരൊക്കെ ഇതുപോലുള്ള പൊലയാട്ടുകൾ വന്ന് വരുന്ന പറഞ്ഞ TV ചാനലുകളിൽ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ടോ? അവരൊക്കെ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമാണ്. NN കൃഷ്ണദാസ് ആയിക്കോട്ടെ M സ്വരാജ് ആയിക്കോട്ടെ, ഇവരൊക്കെ രാഷ്ട്രീയം പറഞ്ഞ ചാനൽ ചർച്ചകൾ വന്നിരുന്നിട്ട്. അല്ലാണ്ട് ഈ എ ആർ റഹീമിനെ പോലെ വായിൽ കൂടെ തിന്നതിന് തൂർന്ന സ്വഭാവം ഈ പറയുന്ന സഖാക്കൾക്കില്ല. M സ്വരാജ് ആയിക്കോട്ടെ, NN കൃഷ്ണദാസ് ആയിക്കോട്ടെ, അതുപോലെ ഒരുപാട് നല്ല ചെറുപ്പക്കാരായിട്ടുള്ള സഖാക്കന്മാർ ഇന്ന് CPM-നകത്തുണ്ട്. അവരിനെയൊക്കെ പാർട്ടി തലത്തിലേക്ക് കൊണ്ടുവരുന്നത് മനസ്സിലായിട്ടുണ്ടോ? വഴിയെ കൂടെ പോണ ഒരു വാനാറിനെ പിടിച്ച് തലയിലേറ്റി വെച്ച് പാലക്കാട് കൊണ്ടുപോയി നിർത്തിയിട്ട് വല്ല ആവശ്യമുണ്ടോ? അവനെയൊക്കെ ചുമക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആരോ ഉണ്ടാക്കി വിട്ട കൊച്ചിന്റെ തന്തയാകാൻ CPM നിൽക്കേണ്ട കാര്യമുണ്ടോ? പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ശരീരം മത്സരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവനൊരു ഇരുകാലി ഓന്താണ്. അവൻ 4 കാലി ഒന്നെന്ന് പറയാൻ പറ്റില്ല, ഇരുകാലി ഒന്നാണ്. എവിടേക്ക് ചാടുന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ ഇന്ന് CPM BJP-ക്ക് പോവാൻ. അവൻ അങ്ങനെയുള്ളവനാണ്, നെറികെട്ട രാഷ്ട്രീയക്കാരനാണ്. അവനെയൊക്കെ പിടിച്ചിട്ട് തോളിലേറ്റി വെച്ചിട്ട് എന്തിന്റെ ആവശ്യം? പാലക്കാട് 3ാം സ്ഥാനം കിട്ടുന്നുള്ളത് ഒരു ബ്രാഞ്ച് മെമ്പറെ കൊണ്ട് നിർത്തി മത്സരിപ്പിച്ചാൽ പാർട്ടിയുടെ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 3ാം സ്ഥാനം കിട്ടും. ചിലപ്പോൾ 2ാം സ്ഥാനത്തേക്കും വരും, ജയിച്ചില്ലെങ്കിലും. മനസ്സിലായിട്ടുണ്ടോ? ഇത് ഈ പാർട്ടി ഈ സരിനെ നിർത്തിയതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു? സരിന്റെ മഹത്വം കൊണ്ടാണ് അവിടെ കുറച്ച് വോട്ട് കൂടുതൽ പിടിച്ചത്? അല്ല, പാർട്ടി നല്ല സഖാക്കളുടെ പ്രവർത്തനം കൊണ്ടാണ്. അവന് വേണ്ടി തൊണ്ട പൊട്ടി സംസാരിക്കാനും ചർച്ചകളിൽ പങ്കെടുക്കാനും ജനങ്ങളുമായിട്ട് സംവദിക്കാനും എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ചോദ്യത്തിന് മറുപടി പറയാനും നല്ല കട്ട സഖാക്കൾ കൂടെ നിന്നുകൊണ്ടാണ്, ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടാണ്. അല്ലാണ്ട് ഇവനിക്കൊക്കെ എന്ത് മേന്മയുണ്ട് അവിടെയൊക്കെ പാർട്ടിക്ക് തെറ്റുപറ്റിയില്ലേ? സരിൻ പ്രോ എന്ത് യോഗ്യതയുണ്ട് അവന്? അവൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഏറ്റവും നല്ല പദവി അലങ്കരിക്കാൻ പറ്റുന്ന ആ പദവി വേണ്ടെന്ന് വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ സ്ഥാനം ഇതിനേക്കാളും വലിയൊരു അധികാരം എനിക്ക് വേണമെന്നുള്ള ഒരു താക്കോൽ സ്ഥാനം വേണമെന്നുള്ള ചിന്തയിൽ വന്നവനാണ്. ഇത് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത വിഡ്ഢികളായിട്ടുള്ള നേതൃത്വമായി പോയല്ലോ സംസ്ഥാന നേതൃത്വം. ആയിപ്പോയില്ലേ CPM-ന്റെ സംസ്ഥാന നേതൃത്വം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 5 വർഷക്കാലമാണ് ഒരു ജനപ്രതിനിധിയുടെ അവന്റെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കാനുള്ള ആയുസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നതൊക്കെ അവന്റെ ബോണസാ അല്ലേ? പക്ഷേ 38 വർഷക്കാലം സർവീസിലിരിക്കാൻ കിട്ടുന്ന ചെറുപ്രായത്തിൽ സർവീസിൽ കയറിയാൽ 36 വർഷമെങ്കിലും ചുരുങ്ങി സർവീസിലിരിക്കാൻ കിട്ടുന്ന നല്ല സിവിൽ സർവീസ് വേണ്ടെന്ന് വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നവൻ അവന്റെ ഉദ്ദേശം എന്താണ്? ചോറ് തിന്നണവന് മനസ്സിലാവും, ഉപ്പിട്ട് ചോറ് തിന്നണവന് മനസ്സിലാവും, വേറെ വല്ലതും തിന്നണവന് മനസ്സിലാവില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കാൻ പറ്റുന്ന, സർക്കാരിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പദവിയാണ് സിവിൽ സർവീസ് അല്ലേ? ആ സിവിൽ സർവീസ് വേണ്ടെന്ന് വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഉദ്ദേശം എന്താണ്? ഒറ്റ ഉദ്ദേശമുള്ളൂ, അധികാരമോഹം.
പൊളിറ്റിക്കൽ കീ ആയിട്ടിരിക്കണം എനിക്ക്. മനസ്സിലായിട്ടുണ്ടോ? ആ അധികാരമോഹം കൊണ്ടുവന്നവനാണ് ഈ സരിൽ. അവനെ തലയിൽ പേറി നാറി എന്ന് പറയാനല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എനിക്ക്. അവനെ തലയിൽ പേറി നാറിയേ ചെയ്ത് CPM ഇവിടെ. CPM 3ാം സ്ഥാനത്തേക്ക് പോയിട്ട് ഈ പാർട്ടി ചിഹ്നത്തിൽ ഒരു ബ്രാഞ്ച്, ഏതെങ്കിലും ഒന്നും അറിയാത്ത ഒരു ബ്രാഞ്ച് മെമ്പറെ പിടിച്ചിട്ട്, പാലക്കാട് വെണ്ണക്കരയിലുള്ളതോ അല്ലെങ്കിൽ പാലക്കാട് സെൻട്രൽ ലോക്കൽ കമ്മിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ച് മെമ്പറെ പിടിച്ചിട്ട്, സെൻട്രൽ കമ്മിറ്റിയുടെ സെൻട്രൽ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള ഒരു ബ്രാഞ്ച് മെമ്പറെ പിടിച്ചു നിർത്തിയാലും ഈ പറഞ്ഞ 3ാം സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ 2ാം സ്ഥാനം കിട്ടും, അല്ലേ? ഇവരെ പേരുടെ കാര്യം എന്തായിരുന്നു? അതെനിക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ് ആ ഒരു രാഷ്ട്രീയ നീക്കം CPM നടത്തിയെന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. മനസ്സിലായിട്ടുണ്ടോ? അവൻ ഈ കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വരുമ്പോൾ ഒരു 10 വോട്ട് അല്ലെങ്കിൽ ഒരു 1000 വോട്ട് കൂടുതൽ നേടിക്കൊടുക്കാൻ പാർട്ടിക്ക് കഴിയുമെങ്കിൽ അതൊരു നേട്ടമാണെന്ന് പറയാം. ഇവിടെ നേരെ മറിച്ചാണ്. പ്രിയപ്പെട്ട സഖാക്കള് നെഞ്ചോട് തോളോട് തോള് ചേർന്ന് നിന്ന് ഈ ചങ്ങാതിക്ക് വേണ്ടിയിട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പോലും ചങ്ങാതിക്ക് വേണ്ടിയിട്ട്. പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പറയുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും. കാരണം CPMന്റെ പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്യാത്ത, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്ന ചില ആളുകളൊക്കെ മാറ്റി ചെയ്യും. ഈ കോൺഗ്രസിന് ചെയ്യാൻ മടിക്കുന്നവരും BJPക്ക് ചെയ്യാൻ മടിക്കുന്ന ചില ആളുകൾക്ക് മാറ്റി ചെയ്യും. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതാണ് 1000 വോട്ട് വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കുക. അവർക്ക് ഈ പറഞ്ഞ പോലെ വർഗീയവാദികളുടെ വോട്ട് സ്വീകരിക്കുക, SDPIന്റെ വോട്ട് സ്വീകരിക്കുക, RSSന്റെ വോട്ട് സ്വീകരിക്കുക, ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് സ്വീകരിക്കുക. മനസ്സിലായിട്ടില്ല? എല്ലാവരും വോട്ട് സ്വീകരിക്കുക. കാരണം അവിടെ രാഷ്ട്രീയമില്ല, അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ഇവിടെയോ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ചതാരാ? പാവപ്പെട്ട സഖാക്കള്. അവരുടെ അധ്വാനത്തെയും അവരുടെ ഊർജ്ജത്തെയും അവരുടെ സമ്പത്തെയും ചൂഷണം ചെയ്തിട്ട് ഇവന്റെ കാലിന്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയല്ലേ ഇവിടെ CPM ചെയ്തത്? അല്ലേ? സത്യത്തില് ബോധമുള്ള സഖാക്കളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. വിജയിച്ചവർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വിജയത്തെ വിജയമായിട്ട് കാണുക, അല്ലാതെ അതിന് പൊലയാട്ട് പറഞ്ഞ് മറക്കല്ല വേണ്ടത്. ജയിച്ചവർ ജയിച്ചു. ഏത് വിധേനയും ജയിക്കാൻ കാഫർ വിവാദവും വ്യാജ മോർഫ് ചെയ്ത വീഡിയോ ഇറക്കിയിട്ടുള്ള കളിയും കളിച്ചിട്ടുള്ള നാറിയ കളിയൊന്നും എന്തായാലും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റുള്ളവരും ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്തില്ല. വടകരയിൽ കാഫിർ വിവാദം 27% മാത്രം മുസ്ലിങ്ങളുള്ള, ബാക്കി 63%, 73% ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഈ കാഫിർ വിവാദം ഉണ്ടാക്കി എന്തിനായിരിക്കും എന്നുള്ളത് ബോധമുള്ളവർക്ക് മനസ്സിലാവും, ബോധമുള്ളവർക്ക് മനസ്സിലാവും, ബോധമില്ലാത്തവർക്ക് മനസ്സിലാവില്ല. കാഫിർ വിവാദം ഉണ്ടാക്കിയത് CPM കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് പോലീസ്, പിണറായി വിജയന്റെ പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള കേസാണ്. മനസ്സിലായിട്ടുണ്ടോ? അതുപോലെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകും എന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ശൈലജ ടീച്ചറെ ഒതുക്കാനുള്ള ഒരു തന്ത്രം തന്നെയായിരുന്നു സഖാവ് പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ മരുമോനുണ്ടല്ലോ ആ വ്യക്തിയുടെയും ഒരു കളിയായിരുന്നു ഈ പറഞ്ഞ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ശൈലജ ടീച്ചറെ തോൽപ്പിക്കുക എന്നുള്ളത്. അല്ലാതെ അവിടെ ഷാഫി പറമ്പിലിന്റെ മഹത്വം കൊണ്ട് ജയിച്ചതല്ല. നിങ്ങളൊന്നും മനസ്സിലാക്കുക. ഷാഫി പറമ്പിലിന്റെ മഹത്വം കൊണ്ട് അവിടെ ജയിച്ചതല്ല വടകരയിൽ. ഞാൻ വീണ്ടും പറഞ്ഞു, 27% മുസ്ലിങ്ങളും 73% ഭൂരിപക്ഷ മതക്കാരുമുള്ള വടകരയിൽ കാഫർ വിവാദം ഉണ്ടാക്കിയിട്ട് അവിടെ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ശൈലജ ടീച്ചറുടെ കഴിവുകേട് കൊണ്ടല്ല. നല്ല സഖാവാണ്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അമ്മ എന്ന് വിളിക്കുന്ന, ആലോചിച്ച് നോക്കണം, കേരളം മാറോട് ചേർത്താണ് കൊറോണ കാലത്ത്, അല്ലേ? ആ സഖാവിനെ ഏത് വിധേനെ ഒതുക്കണമെങ്കിൽ ഇതുപോലുള്ള നാറിയ കളി കളിച്ച് അതിനെ തോൽപ്പിച്ച് പാർട്ടിക്ക് കൊള്ളരാത്തവരാക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ് അവരുടെ മോർഫ് ചെയ്ത വീഡിയോവും ഫോട്ടോവും കാഫർ വിവാദവും ഉണ്ടാക്കിയിട്ട് അവർ തോൽപ്പിച്ചു കൈ കൊടുത്തത്. അല്ലാണ്ട് ഷാഫി പറമ്പിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അങ്ങോട്ട് കെട്ടിയിറക്കുമ്പോഴേക്കും അങ്ങനെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ആളുകളൊന്നുമല്ല വടകരയിലുള്ളവർ. മനസ്സിലായിട്ടുണ്ടോ? അത്ര മേന്മ പറയാനുള്ള, രാഷ്ട്രീയ മേന്മ പറയേണ്ട ആളൊന്നും ആയിട്ട് എന്ന് എനിക്ക് ഷാഫി പറമ്പിൽ തോന്നിയിട്ടില്ല. ഒരു യുവത്വം ചെറുപ്പക്കാരുടെ ഇടയിൽ നല്ല സ്വാധീനമുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ മാത്രമുള്ള കെൽപ്പ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ശൈലജ ടീച്ചറുടെ ഇമേജും കേരളത്തിലെ ആ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്ന ഇമേജും മറ്റും വെച്ച് നോക്കുന്ന സമയത്ത് ശൈലജ ടീച്ചർ ജയിക്കുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ശൈലജ ടീച്ചർ ചിലപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചിലപ്പോൾ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് സമ്മാനിക്കേണ്ടി വരും CPM-ന് എന്ന ബോധ്യമുള്ളതുകൊണ്ടും മരുമകൻ അതിലൂടെ ഒതുങ്ങിപ്പോകുമെന്നുള്ള ചിന്തയുള്ളതുകൊണ്ടും കളിച്ചൊരു നാടകം തന്നെയാണ് അവിടെ ശൈലജ ടീച്ചറെ തോൽപ്പിക്കുക എന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഈ പാലക്കാട് ജയിച്ചത് SDP-യുടെ വോട്ട് കൊണ്ടും പിന്നെന്താ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടും എന്ന് പറയാനുള്ള മാനസിക വളർച്ചയെ എത്തിയിട്ടുള്ളൂ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ന് പറയുമ്പോൾ ആ സംസ്ഥാന സെക്രട്ടറിയോട് പുച്ഛം തോന്നുകയാണ്. പുച്ഛം. ഇവരെ പോലുള്ള സംസ്ഥാന സെക്രട്ടറിമാർ നയിച്ചതുകൊണ്ടാണ് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഈ അവസ്ഥ എത്തിയതെങ്കിൽ ഏറെ താമസിയാതെ ഇതുപോലുള്ള സംസ്ഥാന സെക്രട്ടറിമാർ നയിക്കുന്ന കാലത്തോളം കേരളത്തിലും ഈ അവസ്ഥ ഉണ്ടാകുന്നത് തന്നെയാണ്. ഏകദേശം 18 മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJPക്ക് ലീഡ്. അത് മറക്കരുത്. 2 അക്കത്തിലേക്ക് അവർ കയറി ചെല്ലാൻ നിങ്ങളൊരു വഴി അല്ലെങ്കിൽ നിങ്ങളൊരു താക്കോലായി മാറുന്നത് സഖാവേ ഗോവിന്ദൻ മാഷേ, എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.